ഹെമറ്റോളജി ഒന്നാമത് ബോറിംഗ് ആണ്. അതിലും ബോറിംഗ് ആണ് ലുക്കീമിയ പഠിക്കാൻ. നമുക്ക് പെട്ടെന്നൊരു സ്ലൈഡ് കൊണ്ട് ലുക്കീമിയ പഠിക്കാം. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ് ട്രാൻസ്ലൊക്കേഷൻ 922. അപ്പോൾ അതാണ് 95%. അതിനകത്ത് BCR ABL ഫ്യൂഷൻ നടക്കും. ആ ഫ്യൂഷൻ നടന്നുണ്ടാകുന്നത് തൈറോസിൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കും. അപ്പോൾ അതാണ് ഈ പ്രോലിഫറേഷൻ ഉണ്ടായി CML ഉണ്ടാകുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ത് കൊടുക്കാം? ഇതിൻ്റെ ഇൻഹിബിറ്ററിനെ കൊടുത്താൽ പോരെ. അതാണ് ഇമാറ്റിനിബിൾ. അതൊരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്. ഇനി ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്തുവാ അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സ്പ്ലീനോമെഗാലി നല്ല മാസീവായിട്ട് വരും. ഇവിടുത്തെ ഫിഗർ കണ്ടില്ലേ, എന്തുവാ മെയിൽ ഗ്രേറ്റർ ദാൻ ഫീമെയിൽ, എൽഡർലി ആണ്. സ്പ്ലീൻ കണ്ടില്ലേ വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ അയാളത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഡ്രാഗിങ് സെൻസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എയർലി സാറ്റേറ്റ് ചെയ്യും, ഡിസ്കംഫോർട്ടും ഉണ്ടാവും. ഇനി സാധാരണ പോലെ തന്നെ ഫറ്റീഗും വെയിറ്റ് ലോസും കൂടെ ഉണ്ടാവും ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി ഫേസസ് 3 ഉണ്ട്. ക്രോണിക് ഫേസ് എന്ന് പറയുമ്പോൾ 10% താഴെയായിരിക്കും ബ്ലാസ്റ്റ്. ആക്സിലറേറ്റർ എന്ന് പറയുമ്പോൾ 10 to 19%. ബ്ലാസ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട്, ക്രൈസിസ് ആണ്. അപ്പം 20% കൂടുതൽ. ഇനി നമ്മൾ പെരിഫറൽ സ്മിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ലുക്കീമിയ അല്ലേ, എന്തായാലും WBC കൂടുതലായിരിക്കും. അതിനോടൊപ്പം തന്നെ പ്ലേറ്റ്ലെറ്റ് കൂടുതലായിരിക്കും. പ്ലേറ്റ്ലെറ്റ് കൂടുതലായ ത്രോംബോസ് വരും. ഇനി ഇവിടെ മൈലോസൈറ്റ് ബൾജ് എന്ന് പറയുന്നൊരു ഫിനോമിന ഉണ്ടാവും. ഇനി സാധാരണ ഇതിൽ ബേസോഫിലും ഈസ്നോഫിൽസും കൂടുതലായിരിക്കും. ഈ ബേസോഫിൽസ് കൂടുന്നതോടെ തന്നെ എന്തുണ്ടാവും? ആഗ്നയും ആർട്ടിക്കേരിയ ഉണ്ടാവും, ഹിസ്റ്റമിനൊക്കെ കൂടുന്നുണ്ട്. ഈസ്നോഫിൽസ് കൂടിയാലോ അലർജി ഉണ്ടാവും. ഡയഗ്നോസ് എങ്ങനെയാണ്? ഈ സെയിം ജീൻ നമുക്ക് ഡിറ്റക്ട് ചെയ്താൽ പോരെ. അപ്പം ആദ്യം ഏത് ചെയ്യണം? PCR വഴി ഡിറ്റക്ട് ചെയ്യാം. ഫിലാഡൽഫിയ ക്രോമസോം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ LAP സ്കോർ കുറവായിരിക്കും. LAP സ്കോർ എന്ന് പറഞ്ഞാൽ ല്യൂക്കോസൈറ്റ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് സ്കോർ. ഇൻ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്തുവാ? സ്റ്റെം സെൽ തെറാപ്പി. ഇമാറ്റിനിബ് കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ, റെസിസ്റ്റൻ്റ് ആണെങ്കിൽ ഈ 3 ഡ്രഗ് കൊടുക്കാം. ഇനി MCQ നോക്കാം. ഫസ്റ്റ് MCQ തന്നെ എല്ലാ എത്തിയോളജീസും ഉണ്ട്. ഓൾഡ് മാൻ ആണ്, എയർലി സാറ്റേറ്റി, ഡ്രാഗിങ് പെയിൻ, TLC കൂടുതലാണ്, പ്ലേറ്റ്ലെറ്റ് കൂടുതലാണ്, മൈലോസൈറ്റ് ഉണ്ട്, LAP ലോ. എന്തുവാ ട്രീറ്റ്മെൻറ്റ്? ഇമാറ്റിനിബ്. ഇനി അടുത്ത CML 25% കൂടുതൽ ബ്ലാസ്റ്റ് ക്രൈസിസ്. ഇനി എവിടെയാണ് സൈറ്റോ അബ്നോർമാലിറ്റി? 922. താങ്ക് യു.